ടിനി ടോമിനെതിരായ പരാതിയിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ അൻസിബ എറണാകുളം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് ഹർജി സമർപ്പിക്കും. ടിനി ടോമിനെതിരെ കേസെടുക്കണം എന്നതാണ് ആവശ്യം. കേസിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിലാണ് നടപടി. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നവമി, നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുന്ന തീരുമാനമുണ്ടായിരുന്നു അൻസിബയുടെ ഭാഗത്തു നിന്ന്. അതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകൾ തന്നെയാണ് അൻസിബയുടെ തുടർ നടപടികളും സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? രേണുക, എന്തായാലും അൻസിബ ടിനി ടോമിനെതിരെ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അൻസിബ പറയുന്നത് പോലീസിന്റെ നടപടി ഇത്രയേറെ വൈകുന്നത് ടിനി ടോമിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് നീങ്ങുന്നതെന്നൊരു സംശയത്തിലാണ്. കാരണം ഈ കേസ് പരാതി നൽകിയിട്ടും FIR പോലും ഇതുവരേക്കും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അത് ഒരു പ്രാഥമിക അന്വേഷണം എന്ന പേരിൽ നടക്കുന്നത് പ്രഹസനമാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു പരാതി നൽകിയിട്ടും ആരോപണ വിധേയനായിട്ട് നിൽക്കുന്നവരുടെ സാക്ഷികളുടെയൊക്കെ മൊഴി മാത്രം എടുത്തുകൊണ്ട് പിന്നീട് അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന റിപ്പോർട്ട് അടക്കം നൽകാനുള്ള സാധ്യത അത് ഏത് വിധത്തിലാണെന്ന സംശയമൊക്കെ അൻസിബ ഉന്നയിക്കുന്നുണ്ട്. എന്നാലും ലക്ഷ്മിപ്രിയയ്ക്കും SI രേഷ്മയ്ക്കുമെതിരെ നൽകിയ ഹർജിയിലും കോടതിയെ സമീപിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ടിനി ടോമിനെതിരെയും അൻസിബ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഹർജി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കോടതി വിശദമായിട്ടുള്ള ഒരു വാദം കേൾക്കും. അതിനു മുൻപായി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. ഇത് കടവന്ത്ര പോലീസിന്റെ പരിധിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അന്വേഷണ റിപ്പോർട്ട് കോടതി സമർപ്പിച്ചതിനു ശേഷമായിരിക്കും തുടർ നടപടികളിലൊക്കെ കടക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഈ തൃപ്പൂണിത്തറ കോടതിയിൽ ഇന്നലെ ലക്ഷ്മിപ്രിയക്കെതിരായിട്ടുള്ള പരാതി ഹർജി പരിഗണിച്ചപ്പോൾ കോടതിയിൽ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ സംഘടനയിലുള്ള സംഘടനയിലുള്ള ആഭ്യന്തര പ്രശ്നമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പോലീസിലെ പരാതിയിലേക്ക് എത്തിച്ചത്. ഒപ്പം SI രേഷ്മയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമായിരുന്നു ചെയ്തത്. ഒപ്പം പോലീസിന് നൽകിയ മൊഴികളിൽ പലതും അൻസിബ പിന്നീട് ACPക്ക് മുന്നിൽ നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ആഭ്യന്തര പ്രശ്നം മാത്രമായിട്ട് നിൽക്കുകയാണ്. ഈ അന്വേഷണത്തിൽ പോലീസിന് കഴമ്പില്ല, ഈ പരാതിയിലൊന്നും കഴമ്പില്ല എന്നാണ് മനസ്സിലായത് എന്നുള്ളൊരു റിപ്പോർട്ടാണ് തൃപ്പൂണിത്തറ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ആദ്യം ഈ റിപ്പോർട്ട് അൻസിബയ്ക്ക് കൈമാറിയിരുന്നില്ല. പിന്നീട് അൻസിബ ഫേസ്ബുക്കിലടക്കം ഒരു പോസ്റ്റ് ഇടുകയും അത് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയൊക്കെ ടാഗ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് അൻസിബയ്ക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. എന്തായാലും ടിനി ടോമിനെതിരെയും കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ് അൻസിബ. ഇത് രണ്ട് കേസുകളിലും FIR നവമി, ഇതിലിപ്പോ ഈ രണ്ട് കേസുകളും പോലീസിൽ സമീപിച്ചു. അതിന് പിന്നാലെ ഇപ്പോൾ കോടതിയെ സമീപിക്കുന്നു. ഇത് രണ്ടും താരസംഘടനയ്ക്ക് മുന്നിൽ ഉള്ള പരാതികളാണ്. പക്ഷേ അവിടെ വിശ്വാസമില്ല എന്നത് അൻസിബ നേരത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ താരസംഘടനയുടെ ജനറൽ ബോഡി ഉൾപ്പെടെ വിളിച്ചു ചേർക്കുകയും മറ്റ് നടപടികളിലേക്കൊക്കെ അവർ കടക്കാൻ ആലോചിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഇത് കോടതിക്ക് മുന്നിൽ രണ്ട് കേസുകളും എത്തിയ സാഹചര്യത്തിൽ ഇനി AMMയിൽ നടക്കുന്ന നടപടികളോട് അൻസിബ സഹകരിക്കുമോ? എന്താണ് അൻസിബയുടെ അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അൻസിബ സംഘടനയിൽ പരാതി നൽകിയെങ്കിലും വേണ്ട വിധത്തിൽ അത് പരിഗണിച്ചില്ല എന്നൊരു പരിഭവം കൂടി അൻസിബയ്ക്കുണ്ട്. കാരണം ഇതിൽ തന്റെ പരാതി കേൾക്കേണ്ടത് ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റും ഉണ്ടാകരുത് എന്നൊരു ആവശ്യം അൻസിബ ഉന്നയിച്ചത്. അതിന് കാരണം ഈ ആരോപണ വിധേയരായി നിൽക്കുന്നവർക്ക് ഒപ്പം നിൽക്കുന്നവരാണ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും. അപ്പോൾ തനിക്ക് നീതി കിട്ടില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവരല്ലാത്തൊരു കമ്മിറ്റി തന്റെ പരാതി കേൾക്കണമെന്ന് പറഞ്ഞത്. പക്ഷെ അമ്മയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല, സംഘടനയിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബയുടെ ആവശ്യങ്ങളെ തള്ളുകയായിരുന്നു. ഇതോടുകൂടിയാണ് അൻസിബ കോടതിയെയും പിന്നെ ആദ്യം പോലീസിനെയും പിന്നീട് കോടതിയെയും സമീപിക്കാനായി തീരുമാനിച്ചത്. എന്തായാലും 21-ാം തീയതിയാണ് അമ്മയുടെ ജനറൽ ബോഡി യോഗം ചേരുന്നത്. ആ ജനറൽ ബോഡി അന്ന് ചേരുന്ന ജനറൽ ബോഡിയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയാകും. അത് വലിയ ഒരു പൊട്ടിത്തെറിയിലേക്ക് തന്നെയാകും പോവുക. പക്ഷെ ആ യോഗത്തിൽ അൻസിബ പങ്കെടുക്കുമോ ഇല്ലയോ എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. പങ്കെടുക്കാനാണ് സാധ്യത. അൻസിബയുടെ വാദങ്ങൾ കൂടി ജനറൽ ബോഡിയിൽ അറിയിക്കും. അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയ തന്റെ പക്കലുള്ള തെളിവുകളെല്ലാം തന്നെ ആ ജനറൽ ബോഡിയിൽ അവതരിപ്പിക്കുമെന്ന് കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.